ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മിൽക്കി വേ കോർ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ദിവസം, അതായത് ഞാൻ ഈ കൂട്ടുകാരൻ്റെ DSLR ക്യാമറ നിക്കോൺ D3200 വെച്ചിട്ടാണ് ഇത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അത് കിട്ടിയ ശേഷം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം മാനുവൽ മോഡിലിടുക. അപ്പോൾ മാനുവൽ മോഡിലാണ് കിടക്കുന്നത്. അതുപോലെ എക്സ്പോഷർ 20 സെക്കൻഡ്, f3.5, പിന്നെ ISO ഒരു 1600 വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്യണം. നമുക്ക് ആദ്യം ഇത് സെൽഫ് ടൈമർ ഒരു 5 സെക്കൻഡ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് ഒരു 20 സെക്കൻഡോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. 20 സെക്കൻഡിൽ ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ മൊബൈലിൽ ഫ്ലാഷ് ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. ആ ഫോട്ടോന് ഒരു ചെറിയൊരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞാനിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫ്ലാഷ് ഇല്ലാതെ ട്രൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണതിൽ ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഇതാണ്. ഒരു മിനിറ്റ്, മിൽക്കി വേ കോർ ആയിട്ട് വരുന്ന ഭാഗം ഇതാണ്. ഫ്ലാഷ് ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഞാൻ ഒരു മിനിറ്റ് ഫ്ലാഷ് ഓഫ് ചെയ്ത് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ഓഫ് ചെയ്യുമ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റും, ഫോൺ ചെയ്യുന്നുണ്ട്. ഇതാണ് മിൽക്കി വേ, നമ്മൾ ഭൂമിയുള്ള മിൽക്കി വേ ഗാലക്സിയിലെ കോറായിട്ട് വരുന്ന ഭാഗമാണിത്. നമുക്ക് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണാം. നമ്മളിത് സിസ്റ്റത്തിലിടുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കോൺട്രാസ്റ്റ് ബ്രൈറ്റ്നസ്സൊക്കെ ഒന്ന് കൂട്ട് കുറയ്ക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് മിൽക്കി വേ ഗാലക്സിയുടെ ഒരു പിക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലം മീനെല്ലാം പവർ ഹൗസാണ്. അപ്പോൾ എനിക്കിവിടെ ലൈറ്റ് പൊല്യൂഷൻ തീരെ ഇല്ല. ഇത് ബോട്ടിൽ 3 വരുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ നേരത്തെ ഫ്ലാഷ് ഇട്ടെടുക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഫ്ലാഷ് അടക്കം ലൈറ്റ് പൊല്യൂഷനായിട്ട് DSLR ക്യാമറയ്ക്ക് എഫക്റ്റ് ആവും. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സെയിം സെറ്റിങ്സിൽ തന്നെ ISO 1600, f3.5, എക്സ്പോഷർ ടൈം 20 സെക്കൻഡ്. ഒരു 20 സെക്കൻഡിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ക്യാമറ ക്ലിക്ക് ചെയ്ത ഒരു 15 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ്. നമുക്കിപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഒരു മിനിറ്റ് പ്ലേ കൊടുക്കാം. നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് പ്രത്യേകിച്ച് യൂസ് ചെയ്യേണ്ട ഹെഡ് ലാമ്പ് ഉണ്ടെങ്കിൽ അത് വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കണമുണ്ട് നമുക്കൊരു ഹെഡ് ലാമ്പ് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത്യാവശ്യത്തിൽ പെട്ടെന്ന് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ വേ കോർ പാർട്ട്. ഞാൻ ഒരു തുടക്കക്കാരനാണ്, എന്നാലും എനിക്ക് ഇതൊരു നല്ലൊരു അനുഭവമാണ്. കാരണം മറ്റു ഈ വീഡിയോസിലായാലും എല്ലാവരും പറയുന്നത് ഇപ്പോൾ ലഡാക്ക്, പിന്നെ ഏലഗിരി, തമിഴ്നാട്, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മളെ കേരളത്തിൽ, അത് പാലക്കാട് കല്ലടിക്കോട് മീൻവെല്ലം പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെയൊരു കാര്യം കിട്ടുന്നത് വളരെ ലക്കിയാണ് ഞാൻ. അപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഞാനത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ചുറ്റുപാടുള്ള ഇത് നോക്കിയാൽ ഫുൾ ഇരുട്ടാണ്. പിന്നെ താഴെ കുറച്ച് കമ്പനിയിലത്തെ ലൈറ്റുകൾ
പറ്റുന്നുണ്ട്. ചില ലൈറ്റ് ഞാൻ ഓഫ് ചെയ്താണ്, അത് കഴിഞ്ഞ് ഓൺ ചെയ്യും. ഇതെടുത്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി തോന്നുന്നു. നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് കിറ്റ് ലെൻസാണ്. ഈ ക്യാമറയുടെ ഒപ്പം വരുന്ന നിക്കോൺ D3200 വരുന്ന കിറ്റ് ലെൻസാണ്. അപ്പോൾ അതിൽ അപ്പർച്ചർ വാല്യൂ നമുക്ക് 3.5 വരെ ലോ ആയി കിട്ടുള്ളൂ. അപ്പോൾ വേറെ വൈഡ് ആംഗിൾ ലെൻസ് 1.8 അപ്പർച്ചർ വാല്യൂ വരുന്നതോ അല്ലെ 1.4 അപ്പർച്ചർ വാല്യൂ വരുന്നതോ ആയ ലെൻസുകൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മിൽക്കി വേ 4യുടെ കുറച്ചുകൂടി ലെങ്ത്ത് കിട്ടുമായിരുന്നു. നമ്മളത് പിന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ലെൻസ്. അപ്പോൾ വേറെ എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കത് ചെയ്ത് നോക്കണമെന്ന് ഉണ്ട്. നമുക്ക് അപ്പോൾ റിസൾട്ട്സ് കണ്ടാലോ?